السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ആമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനഫ്സിഹിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആലി ഇമ്രാനിലെ 21-ാമത്തെ വചനമാണ് നമ്മൾ ഇന്നലെ നോക്കിയത്. അതിൽ വേദഗ്രന്ഥം നൽകപ്പെട്ടവർക്കും വേദഗ്രന്ഥം നൽകപ്പെടാത്തവർക്കും ബോധനം നൽകി യഥാർത്ഥ പാതയിലൂടെ അവർക്ക് വഴി കാണിക്കുന്നതിന് വേണ്ടിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗതമാക്കിയത്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വചനത്തെ ജനങ്ങളുടെ മുമ്പാകെ പ്രഖ്യാപിക്കുവാൻ അല്ലാഹു തആല അനുവാദം നൽകിക്കൊണ്ട് ഇപ്രകാരം പറയുന്നു: ഫൈൻ അസ്ലമു ഫഖദ് ഇഹ്തദു. അവർ സമ്പൂർണമായ നിലയിൽ ഈ വചനങ്ങൾക്ക് കീഴടങ്ങുകയാണെങ്കിൽ അവർ നേർവഴി പ്രാപിക്കുന്നതാണ്. വൈൻ തവല്ലവു, ഇനി അവർ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ ഫൈന്നമ അലൈക്കൽ ബലാഗ്, നിൻ്റെ മേൽ ഒരേ ഒരു ഡ്യൂട്ടിയേ ഉള്ളൂ, അൽ ബലാഗ്, വ്യക്തമായ പ്രബോധനം എത്തിക്കുക എന്നത് മാത്രമാണ്. അല്ലാഹു ബസീറും ബിൽ ഇബാദ്. അല്ലാഹു തആല തൻ്റെ അനുസരിക്കുന്നവരും അനുസരിക്കാത്തവരുമായ എല്ലാ ദാസന്മാരെ സംബന്ധിച്ചും സദാ നോക്കിക്കൊണ്ടിരിക്കുന്നവനാണ് എന്ന് മനുഷ്യരെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രസ്തുത വചനത്തിൻ്റെ വിശദീകരണത്തിൻ്റെ അവസാനത്ത് ഹസ്രത്ത് ഖലീഫത്തുള്ള ഈ കാര്യം അടിവരയിട്ട് പറയുന്നു. ദ പ്രസൻറ്റ് വേഴ്സ്, ഈ വചനം ഗീവ്സ് ആൻ ഓവർവ്യൂ ഓഫ് ദി ഡ്യൂട്ടി ഓഫ് എനി പ്രോഫറ്റ് ഓഫ് അല്ലാഹ്. അള്ളാഹുവിൻ്റെ ഏതൊരു പ്രവാചകൻ്റെയും ഉത്തരവാദിത്വം എന്താണ് എന്ന് ഈ വചനം അടിവരയിട്ട് പറയുന്നു. അള്ളാഹ് അയക്കുന്ന ആളിൻ്റെ ഉത്തരവാദിത്വം എന്താണ്? വിച്ച് ഈസ് ദ ക്ലിയർ ട്രാൻസ്മിഷൻ ഓഫ് ദ ഡിവൈൻ മെസ്സേജസ്. അവരുടെ ഉത്തരവാദിത്വം ഇത്ര മാത്രമാണ്. വിച്ച് ഈസ് ദ ക്ലിയർ ട്രാൻസ്മിഷൻ, കടത്തിവിടുക, ഓഫ് ദ ഡിവൈൻ മെസ്സേജസ്, ദൈവികമായ സന്ദേശങ്ങളെ ജനങ്ങളിലേക്ക് കടത്തിവിടുക, ജനങ്ങളിലേക്ക് എത്തിക്കുക, ജനങ്ങളെ അറിയിക്കുക. ഈ ഒരു ഡ്യൂട്ടിയാണ് അവർക്ക് ഉള്ളത്. ദ പ്രോഫറ്റ് ഓഫ് അല്ലാഹ് ഈസ് മെയ്ഡ് ടു സബ്മിറ്റ് ടു അല്ലാഹ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ, അദ്ദേഹം സ്വയം അള്ളാഹുവിന് പരിപൂർണമായി കീഴടങ്ങിയ ആളായിരിക്കണം. അള്ളാഹുവിന് മാത്രം കീഴടങ്ങേണ്ട ആളുമാണ്. സോ ഡു ഓൾ ദോസ് ഹു ബിലീവ് ഫേംലി ഇൻ അല്ലാഹ്. അതുപോലെ തന്നെ അള്ളാഹുവിൽ ദൃഢമായി വിശ്വസിക്കുന്ന വിശ്വാസികളുടെയും ഉത്തരവാദിത്വം
അള്ളാഹുവിന് പരിപൂർണമായി കീഴടങ്ങുക എന്നുള്ളത് മാത്രമാണ്. ദേ ആർ കമാൻഡഡ് ടു റെഫ്യൂട്ട് ദ എനിമീസ്. അതുപോലെ ഈ പ്രവാചകനെയും ഈ പ്രവാചകനിൽ വിശ്വസിച്ച ആളുകളുടെയും അവരോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദേ ആർ കമാൻഡഡ് ടു റെഫ്യൂട്ട് ദ എനിമീസ്. ഈ ശത്രുക്കളെ ഖണ്ഡിക്കുന്നതിന്, അവരുടെ തെറ്റായ വാദമുഖങ്ങളെ തിരുത്തി ശരിയായ വാദമുഖങ്ങൾ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചു കൊടുക്കുന്നതിന് അവർ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആൻഡ് സെപ്റ്റിക്കൽ എമംഗ് ദ ജ്യൂസ്. വിശ്വസിക്കാതെ മാറി നിൽക്കുന്ന ജൂതന്മാരിലേക്കും ക്രിസ്ത്യാനികളിലേക്കും ആൻഡ് പാഗൻ ആരബ്സ്, ഈ അറബികളായ പരുഷ സ്വഭാവക്കാരായ ഗ്രാമവാസികളായ അപരിഷ്കൃതരായ അറബികൾ എന്ന് നമുക്ക് പറയാം. പാഗൻ അറബ്സ് എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ശരിയായ നിലയിലുള്ള മെസ്സേജ് എത്തിപ്പെട്ടിട്ടില്ലാത്ത ആളുകളിലേക്കും നിങ്ങൾ ഈ സന്ദേശത്തെ എത്തിക്കുക. ജൂതന്മാർ, ക്രിസ്ത്യൻസ്, പാഗൻ അറബ്സ്, ശരിയായ നിലയിൽ അറിവ് എത്തപ്പെട്ടിട്ടില്ലാത്ത ആളുകൾ. ടു അവേക്ക് ദം സ്പിരിച്വലി. ഇവരെ ആത്മീയമായി ഉണർത്തുന്നതിന് വേണ്ടിയാണ് ഇവർക്കൊക്കെ ഈ സന്ദേശം നൽകേണ്ടത്. ടു മേക്ക് ദം റിയലൈസ്, എന്നിട്ട് അവരെ ബോധ്യപ്പെടുത്തുകയാണ് ദാറ്റ് ഓൺലി അല്ലാഹ് ഈസ് വർത്ത് ഓഫ് വർഷിപ്പ്. ആരാധനയ്ക്ക് അർഹൻ അല്ലാഹു അല്ലാത്ത മറ്റൊന്നും ഇല്ല എന്ന സന്ദേശം അവരിൽ രൂഢമൂലമാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ സന്ദേശം നിനക്ക് നൽകുന്നത്. അവരിലേക്ക് നീ ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക. അവർ വേദഗ്രന്ഥ അധ്യാപനങ്ങളിൽ നിന്നും വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടില്ലാത്തവർ അവർ തെറ്റായ വഴികളിലൂടെയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നൽകപ്പെട്ടവർക്കും നൽകപ്പെടാത്തവർക്കും ഏകനായ ദൈവത്തെ ആരാധിക്കുവാനുള്ള സന്ദേശം അവരിലേക്ക് നീ നൽകുക. അങ്ങനെ ഏകനായ ദൈവം മാത്രമേ ഉള്ളൂ ആരാധനയ്ക്ക് അർഹനായിട്ടുള്ളത് എന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. നോട്ട് ദ ഇഡൽസ്. വിഗ്രഹങ്ങളെ അല്ല ആരാധിക്കേണ്ടത് എന്ന് അവർക്ക് ബോധനം നൽകുക. വിച്ച് ദേ ഹാവ് ആട്രിബ്യൂട്ടഡ് ഇൻ ദെയർ. അത് ദൈവമാണ് എന്ന് അവർ ആരോപിച്ചതാണ്. അത് ആര് ഒരു വിഗ്രഹത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിനെ വെച്ചിട്ട് ഇത് ദൈവമാണ് എന്ന് പറയുന്നത് എങ്കിൽ അവരതൊരു ആരോപണമാണത്. അതല്ല ദൈവം. ദൈവം ഏകനായ ദൈവമാണ്. സകലതും സൃഷ്ടിച്ചവനാണ്, സകലരെയും രക്ഷിക്കുന്നവനാണ്. ലോകത്തിലുള്ള സമസ്ത മനുഷ്യരുടെയും രക്ഷിതാവായ ആ ഏകദൈവത്തെ ആരാധിക്കുവാൻ അവരിലേക്ക് ഈ സന്ദേശം നീ നൽകുക. ഇതാണ് ഓരോ പ്രവാചകന്മാരുടെയും ഉത്തരവാദിത്വം. അതുപോലെ ആ പ്രവാചകനിൽ ദൃഢമായി വിശ്വസിച്ചിട്ടുള്ള സത്യവിശ്വാസികളായ അനുചരന്മാരുടെ ബാധ്യതയും ഈ സന്ദേശം ലോകത്ത് എത്തിക്കുകയാണ്. നോട്ട് ദ ഇഡൽസ് വിച്ച് ദേ ഹാവ് ആട്രിബ്യൂട്ടഡ് ഇൻ ദെയർ വൺസ് പ്രിസ്റ്റൈൻ റിലീജിയൻസ്. ആദ്യകാലത്ത് പ്രാചീന മതങ്ങൾ അവരതെല്ലാം ആരോപിക്കപ്പെട്ടതാണ്. പ്രാചീന മതങ്ങൾ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടപ്പോൾ 1,24,000 പരം പ്രവാചകന്മാരും വന്ന് അവർ ഒരേ ഒരു ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ലോകത്തോട് ബോധനം ചെയ്തിരുന്നു. പക്ഷേ അവരുടെ കാലശേഷം അവർ ആ അധ്യാപനത്തെ ഉപേക്ഷിച്ച് തെറ്റായ വഴികളിലൂടെ അവർ ചരിക്കുവാൻ തുടങ്ങി. അങ്ങനെ വഴി തെറ്റിപ്പോയി. അപ്പോൾ ആ തെറ്റ് തിരുത്തുന്നതിന് കരുണാമൂർത്തിയായ ദൈവം വീണ്ടും അള്ളാഹുവിൻ്റെ പ്രതിനിധികളെ, ദൂതന്മാരെ നിയോഗിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ആ നിയോഗിതരുടെ ഉത്തരവാദിത്വമാണ് ഈ സന്ദേശം എത്തിക്കുക എന്നുള്ളത്.
അപ്പോൾ ഏകനായ ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും രക്ഷിതാവ്, സൃഷ്ടാവ് ഒരേ ഒരുവനായ ദൈവമാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളും ഒരു മനുഷ്യനും ഒരു ജീവിക്കും ഒരു ജീവജാലത്തിനും യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും വരുത്തുന്നവനല്ല ആയിരിക്കില്ല. അപ്പോൾ ഇന്ന് ലോകത്ത് ബുദ്ധിമുട്ടുകൾ വരുത്തുന്ന ഭരണകർത്താക്കൾ, ഭരണകൂടങ്ങൾ, സൈന്യങ്ങൾ, വ്യക്തികൾ, സമൂഹങ്ങൾ, കുടുംബങ്ങൾ ഒക്കെ അന്യായം പ്രവർത്തിക്കുന്നു എങ്കിൽ അത് ദൈവക്രോധത്തിന് കാരണമായി തീരും. അവരും അവരുടെ ജീവിതവും ഒരിക്കലും സമാധാനത്തോടുകൂടി അവർ ഈ ഭൂമുഖത്തും നാളെ അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്ന പരലോകത്തും കഴിയുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ പരമമായ സത്യം അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക, അവരിലേക്ക് ഒമാ അലൈക ഇല്ലൽ ബലാഗ്, വ്യക്തമായ സന്ദേശം എത്തിക്കുക എന്നത് മാത്രമാണ് നിൻ്റെ ഉത്തരവാദിത്വമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായ നിലയിൽ സന്ദേശം നൽകുവാൻ പറയുന്നു. ഈ സന്ദേശം വേണ്ട നിലയിൽ എത്തപ്പെടുന്നില്ല. അങ്ങനെ തെറ്റായ വഴികളിലൂടെ പറയുന്നല്ലോ, ഈ വേദഗ്രന്ഥം നൽകപ്പെട്ടവരും നൽകപ്പെടാത്തവരും തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ശരിയായ വഴി കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി വീണ്ടും ദൂതനെ നിയോഗിക്കും. അങ്ങനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിൽ ഖിയാമത്ത് നാൾ വരെ ഓരോ നൂറ്റാണ്ടിലും, അത് അക്കമിട്ട് പറഞ്ഞു വന്നു, ഓരോ നൂറ്റാണ്ടിലും അല്ലാഹു തആല അവൻ്റെ ദീനിൻ്റെ യഥാർത്ഥമായ സത്ത ലോകത്തിന് പഠിപ്പിക്കുന്നതിനായിട്ട് ആളെ നിയോഗിക്കുമെന്ന്. അപ്രകാരം ഈ നൂറ്റാണ്ടിൽ, ഹിജ്റ 15-ാം നൂറ്റാണ്ടിൽ ആഗതരായ ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യദഹുല്ലാഹു തആല നസീൽ അസീസ് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്കൊരു പുതുജീവിതം നൽകും. ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ കാഴ്ചപ്പാട് മനുഷ്യകുലത്തോടുള്ള അദമ്യമായ സ്നേഹമാണ്. അവർക്ക് വേണ്ടുന്ന സേവനങ്ങൾ ചെയ്യലാണ്. അതിനുള്ള ഏറ്റവും നല്ല വഴികാട്ടി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. ഞാൻ ലോകത്തിൻ്റെ കാരുണ്യമാണ്, കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ്. എല്ലാ മനുഷ്യരോടും, എല്ലാ ജീവജാലങ്ങളോടും, എല്ലാ മൃഗസഞ്ചയത്തോടും അദ്ദേഹം അദമ്യമായ സ്നേഹവായ്പും കാരുണ്യവും കാണിച്ചിരിക്കുന്നു. അപ്രകാരമുള്ള കാരുണ്യത്തിൻ്റെ മൂർത്തിമത്ഭാവമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും. അത്തരത്തിലുള്ളവരായതുകൊണ്ടാണ് പലസ്തീൻ പോലുള്ള ഒരു രാജ്യത്ത് എങ്ങും അഭയമില്ലാതെ കണ്ട് ഓടി നടന്ന ജൂതവംശത്തിന് രണ്ട് കൈയും സ്വീകരിച്ച് നീട്ടി അവർക്ക് താമസിക്കുവാനും ഇടവും സൗകര്യവും നൽകിയത്. എന്നിട്ട് അവർ അറുകൊല ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നരാധമന്മാരെ അല്ലാഹു തആല കണ്ടുകൊണ്ടിരിക്കുന്നില്ല എന്ന് കരുതുന്നുണ്ടോ? അവരുടെ മേൽ അവൻ എടുക്കാൻ പോകുന്ന ശിക്ഷാ നടപടികൾ എന്താണെന്ന് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. സത്യവിശ്വാസികൾ എല്ലാവരും ഈ ലോകത്ത് സത്യവും ധർമ്മവും നീതിയും പുലരുന്നതിനായി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. രണ്ട് കാര്യങ്ങളും തീർച്ചയായിട്ടും നമ്മൾ ചെയ്തിരിക്കണം. ഒന്ന് നമ്മുടെ വാക്കുകൾ, മറ്റൊന്ന് പ്രവൃത്തി. നമ്മൾ എന്ത് പറയുന്നുവോ അത് ചെയ്ത് കാണിക്കണം, എന്ത് ചെയ്യുന്നുവോ അത് മാത്രമേ പറയാവൂ. ആ നിലയിൽ വിശുദ്ധ ഖുർആൻ നമുക്ക് അധ്യാപനം നൽകുന്നു. അതുകൊണ്ട് നമുക്ക് ലോകത്തിലുള്ള സകല മനുഷ്യരെയും സ്നേഹിക്കാം. അതുപോലെ ഈ ധർമ്മം ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണെങ്കിൽ ആ ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി വരുന്ന പ്രവാചകന്മാരെയും ആ പ്രവാചകന്മാരോടൊപ്പം നിൽക്കുന്ന അനുയായികളെയും അറുകൊല ചെയ്യുന്ന നരാധമന്മാർ മുൻകാലങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. ഫറോവമാർ, അവരൊന്നും ഇന്ന് ഭൂമുഖത്ത് ഇല്ല കേട്ടോ, അവരുടെ കുടുംബക്കാരും ഇല്ല. എന്നതുപോലെ ഇന്ന് ഈ അന്യായവും അക്രമവും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും പോവും. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുക, അല്ലാഹു തആലയുടെ സൃഷ്ടികൾ അഖിലത്തോടും ഏറ്റവും ഉത്തമമായ നിലയിൽ പ്രവർത്തിക്കുക. അതിനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ.
ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ പുതിയ വചനവുമായി നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ജസാക്കുമുല്ലാഹു അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.